സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ബ്രോക്കോളി മസാല കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രോക്കോളി എടുത്തിട്ട് ചെറിയ പീസസ് ആക്കുകയാണ്. തീരെ ചെറുതല്ല, വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. മുഴുവൻ കട്ട് ചെയ്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റി ഇതിലേക്ക് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഉപ്പും കൂടെ ഇട്ട് കുറച്ച് നേരം വെക്കുകയാണ്. ഇനി നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒലിവ് ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ചൂടായപ്പോഴത്തേക്ക് ബ്രൊക്കോളി റെഡിയാക്കിയത് ഇട്ട് കൊടുത്തു. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വഴണ്ട് കിട്ടണം. ഒരുപാടങ്ങ് മൂക്കുകയൊന്നും വേണ്ട, ഒന്ന് വഴണ്ടാൽ മതി. വഴറ്റിയ ബ്രൊക്കോളി ഇങ്ങ് കോരിയെടുക്കുകയാണ്. മുഴുവനും കോരിയെടുത്തതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു. അതിലേക്ക് ജീരകം 1 ടീസ്പൂൺ ഇട്ടു. 1 ടീസ്പൂൺ കുരുമുളകും കൂടാണ് ഇടുന്നത്. ഇതൊന്ന് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ടരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കാം. തീരെ ചെറുതായിട്ടല്ല ഞാൻ അരിഞ്ഞിരിക്കുന്നത്, തീരെ ചെറുതായിട്ടും അരിയാം. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും അതിൽ ചേർത്തു. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തു. 2 പച്ചമുളകാണ് അരിഞ്ഞു വെച്ചിരുന്നത്. ഉള്ളി ഒന്ന് എളുപ്പം മൂത്ത് കിട്ടാനായിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു. ഉള്ളി ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഈ പൊടികളുടെ എല്ലാം പച്ചമണമൊന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികൾ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. മിക്സി കഴുകിയും കൂടെ അല്പം വെള്ളം ചേർത്ത് കൊടുത്തു. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ വെള്ളമൊക്കെ വറ്റി തക്കാളി ഒന്ന് വെന്ത് മൂത്ത് വരണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പോളം തൈര് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ഉടച്ചിട്ട് ചേർക്കുന്നതാണ് എളുപ്പം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി നേരം ഇത് ഇളക്കി ഉടച്ച് എടുക്കണം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ബ്രോക്കോളി വഴറ്റിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്കല്പം ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഹെൽത്തിയും സ്വാദിഷ്ടവുമായ ബ്രോക്കോളി മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. Thank you so much.